ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു തോടുണ്ട്. അപ്പോൾ തോട് കാണാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് കണ്ടേ, വാ ഗൈസ്, ഇത് എന്താ പറയുക, നമ്മുടെ തോടുണ്ട്, ചെറിയ തോട്. ഞാനൊക്കെ ഇതിൽ ഒരുപാട് വന്നിട്ടുണ്ട്, ഇങ്ങനെ മീൻ പിടിക്കാനൊക്കെ ആയിട്ട് ചെറുപ്പക്കാലത്ത് ഒരുപാട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ തോട് നല്ല ക്ലിയർ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഒരു ഇതൊക്കെ നല്ല തെളിഞ്ഞ വെള്ളം. ഇതവർ എന്താ പറയുക, താഴത്തൊക്കെ ഇങ്ങനെ നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് സാറാക്കി വെച്ചിരിക്കുന്നുണ്ടോ. ഇതുണ്ടോ ഉറവ് കിട്ടുന്നുണ്ടോ? മഴ പെയ്തുകൊണ്ട് അങ്ങനെ വെള്ളം നിറയുന്നുണ്ട്. ഇതിലൊക്കെ ആദ്യം വന്നു ഫുള്ള് കാടിന് ഇവിടെ എന്താ പറയുക, ചുറ്റുഭാഗത്തും കാട്. ഇപ്പോൾ ഇതെല്ലാം നന്നാക്കി ഇവിടെ എല്ലാം കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. കുറേ മുന്നൊക്കെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിൽ വന്നിട്ടുണ്ട്. ഇങ്ങനെ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് ചൂണ്ടലിട്ടുകൊണ്ടും, പിന്നെ അതുമാതിരി നമ്മൾ ഈ തോർത്തൊക്കെ ഉപയോഗിച്ച് മീൻ പിടിക്കൂലേ, ഞാനൊക്കെ മീൻ പിടിക്കാൻ വന്നിട്ടുണ്ട്. ഇതിൽ ഒരുപാട് സാധനം വന്നിട്ടുണ്ട്. അന്നൊന്നും ഇത്ര ക്ലാരിറ്റി ഇല്ല, എന്താ പറയുക, ആകെ ചെളിയും ചേറും കാടും അതിനെല്ലാം കൂടി മൂടി നിന്നുകൊണ്ട് ഒരു അന്തരീക്ഷമാണ്. ഇപ്പോഴൊക്കെയാണ് ഇത് ഇങ്ങനെയൊക്കെ ആയത്. അത് നല്ല രസമുണ്ട്. ഇപ്പോൾ ഈ കാണുന്നത് ഒരു നെൽപ്പാട് കഴിഞ്ഞിട്ടത്, എന്താ പറയുക, നല്ല അടിപൊളി സ്ഥലമാണ് അവിടെ. ഇപ്പോൾ ഇതെല്ലാം മാറി ഇപ്പോൾ ഒരു പച്ചക്കറി വെച്ചിട്ടൊക്കെ അവിടെ കൃഷി, അതും ഒരു കൃഷിയാണ്. ഇപ്പോൾ പച്ചക്കറിയാണ് അവിടെ, മൊത്തം പച്ചക്കറി. ആ നെൽപ്പാടൊക്കെ കാണുമ്പോൾ ഒരു രസം ഉണ്ടായിരുന്നിട്ടത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ തോട്ടുകൂടി തന്നെ നമുക്കിങ്ങനെ നടന്ന് പോവാം ഇപ്പോൾ ഈ ഒരു മോഡലൊക്കെ കാണാൻ എനിക്ക്. കാരണം നല്ല ക്ലിയർ വെള്ളമാണ്. അതുപോലെ എന്താ പറയുക, അത് മൊത്തം കോൺക്രീറ്റ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇതും കുറച്ച് ദിവസമായിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ ഇങ്ങനെ വൃത്തിയായി ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. അതൊക്കെ ഞാൻ പറഞ്ഞ മാതിരി എന്താ പറയുക, ആകെ കാടും ആകെ എന്തൊക്കെ പ്ലാസ്റ്റിക്കും ഇതൊക്കെ പാടെ നിറഞ്ഞ് അങ്ങനെ ഒരു അന്തരീക്ഷമാണ് ഇവിടെ. എന്തായാലും ഇപ്പം നല്ല രസമുണ്ട് തന്നെ. നമുക്കതുവരെ നടന്നു പോവാം വെള്ളത്തിലൂടെ. ഞാൻ ഇത്ര വിചാരിച്ചിട്ടില്ല. ഞാൻ കുറേ ദിവസമായി വന്നിട്ട്. ഞാൻ പറഞ്ഞ എന്താ പറയുക, 10ാം ക്ലാസ് പഠിക്കണ അന്നൊക്കെ ഇനി അവിടെ വന്നിട്ടുള്ളത്. പിന്നെ അതിന് ശേഷം പിന്നെ വന്നിട്ടില്ല. ഇപ്പോഴാണ് ഇതിലൊക്കെ ഒന്ന് വരാൻ കണ്ടത്. രസമുണ്ട്. ഇതുണ്ട് ഉറവോട്ട് ഇങ്ങനെ വരുന്നൊക്കെ വെള്ളം ഇങ്ങനെ ചാർന്നത്. എന്തായാലും അപ്പം കിടിലനായി. ഇതൊരു മീനുകളെന്തോ അറിയില്ല. അതൊക്കെ ചൂണ്ടയിടാൻ വന്നപ്പോൾ നല്ല ഷാറിന് ഇവിടെ. സ്കൂളൊക്കെ ഇന്ന് ലീവ് ഉണ്ടാവും. ആ ലീവ് കിട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇങ്ങനെ ഇറങ്ങും ചൂണ്ടലിടാനും, അല്ലെങ്കിൽ ഇങ്ങനെ ചെക്കന്മാരൊക്കെ കൂടെ ഇങ്ങനെ മീൻ പിടിക്കാനായിട്ട് ഇങ്ങനെ ഇറങ്ങും. ഇപ്പോഴുള്ള കാലം ഒന്നും അങ്ങനെ ഉണ്ടാവില്ല. ഇപ്പോൾ ഒന്നും ഇപ്പൊക്കെ മൊബൈൽ ഫോണിലാണ് എല്ലാവരും. നാശി കൃഷിയായി നടന്ന തോടാത്. ഇപ്പം എന്താ വൃത്തിയില്ലേ ഇതിലൊക്കെ. ഇങ്ങനെ രസം കിട്ടും ഇങ്ങനെ നടന്ന് പോകാൻ. ഇവിടുന്ന് മുതലാണ് അങ്ങോട്ട് നന്നാക്കിയത്. മറ്റൊക്കെ പഴയ മാതിരി തന്നെ. അതുപോലെ ഇവിടെ ആദ്യം എന്താ പറയുക, ഈ വാഴ നിൽക്കുന്ന സ്ഥലത്തൊക്കെ ആദ്യം റബ്ബറിന്, ഫുള്ള് റബ്ബറിന്. ഇതെല്ലാം വെട്ടിയാണ്ട് ഇപ്പോൾ വാഴ കൃഷിയൊക്കെ ചെയ്ത് അവിടെ ഒരു കുളം കണ്ടങ്ങൾ. ഇതിലൊക്കെ ഒരുപാട് ചാടാൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിക്കാട്ടോ ഇവർ. ഇപ്പോൾ കുടിക്കാൻ മാത്രമാണ് ഇവർ ഇത് ഉപയോഗിക്കൽ. ഈ വെള്ളത്തിൻ്റെ കളറൊക്കെയോ എന്താ ക്വാളിറ്റിയില്ലേ. ഇത് ഫുള്ള് വൃത്തിയാക്കിയുണ്ട് കുടിവെള്ളത്തിനായിട്ട് ഉപയോഗിച്ചതാണ് ഇപ്പോൾ. എന്നാലും അവിടെ ഇവിടെയൊക്കെ ആയിട്ടുണ്ട്. ഇതാണ്ടില്ല, അവിടെയൊക്കെ ചപ്പും ചവറൊക്കെ എപ്പോഴും നിറഞ്ഞു. ഗൈസ്, ഒരു മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ അവസ്ഥയുണ്ടത്. ആകെ കലങ്ങിയ വെള്ളമായി. ഇപ്പോൾ നല്ല ക്ലിയറിലെ വെള്ളം. ഇനി ഇപ്പം ഇങ്ങനെ ആയി. എന്താ ചെയ്യലേ, ഫുള്ള് റബ്ബറായ ഒരു സ്ഥലമാണിത്. ഇപ്പം എല്ലാം ഫുള്ള് വാഴത്തോട്ടമായി. ഇപ്പോൾ ഫുള്ള് റബ്ബറിന് നല്ല തണലൊക്കെ ഉള്ളൊരു എന്താ പറയുക പ്രദേശമാണിത്. ഇപ്പോൾ റബ്ബറൊക്കെ വെട്ടിയൊക്കെ അടിമുടിയാക്കി.